ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ആരും ടെൻഷൻ അടിക്കുക പേടിക്കുക ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഈസി ടോപ്പിക്. ഓക്കെ, നോക്കിക്കോ. ആദ്യം തന്നെ നമുക്ക് 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ്. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ ആണ് ഒന്നാമതായിട്ട് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നോക്കിക്കോ, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. എഫ് ഡാഷ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇങ്ങനെ നമുക്ക് ഡെറിവേറ്റീവിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ അത് പഠിക്കുക. അത് 1 മാർക്കിന് ഡെഫിനേഷനായിട്ട് ചോദിക്കാം. ഇനി അടുത്ത് നമുക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ആണല്ലോ. അപ്പോൾ നമ്മുടെ പ്രോബ്ലംസിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പിട്ട് നമ്മൾ ആദ്യമായിട്ടൊരു ഡെഫിനേഷൻ പഠിക്കണം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ്ഡ് എൻ ഈസ് ഇക്വൽ ടു എൻ എക്സ് റൈസ്ഡ് എൻ മൈനസ് 1. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ പറഞ്ഞേ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ്ഡ് എൻ ഈസ് ഇക്വൽ ടു എൻ എക്സ് റൈസ്ഡ് എൻ മൈനസ് 1. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഡെഫിനേഷൻ മാത്രം പഠിച്ചാൽ പറ്റില്ല, ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നും അറിയണമല്ലോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ്ഡ് 2. അപ്പോൾ ഇവിടെ n എത്രയാണ്? 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ n എഴുതണം. 2 എഴുതി, n പകരം 2 എഴുതി. എക്സ് റൈസ്ഡ് n മൈനസ് 1, n ഇവിടെ ആരാ? 2. അപ്പോൾ 2 മൈനസ് 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു എക്സ് റൈസ്ഡ് 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1. അതായത് എക്സ് റൈസ്ഡ് 1 എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ. അപ്പോൾ നമുക്ക് 2x എന്ന് കിട്ടി. മനസ്സിലായോ? നമ്മളൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ്ഡ് 4. അപ്പോൾ ഇവിടെ n ആരാ? n എന്ന് പറഞ്ഞാൽ നമ്മുടെ 4. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ്ഡ് 4 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ആരെ എഴുതണം? n എഴുതണം. n എന്ന് പറഞ്ഞാൽ 4, എക്സ് റൈസ്ഡ് n മൈനസ് 1, അതായത് 4 മൈനസ് 1, അതായത് 3. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? സിമ്പിളല്ലേ? അപ്പം ഒന്നും കൂടെ പറയാം. എന്തോ നമ്മൾ ആദ്യത്തെ ഡെഫിനേഷൻ വെച്ചിട്ടാണ് നോക്കുന്നത്, ആദ്യത്തെ ഫോർമുല വെച്ചിട്ടാണ് നോക്കുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ്ഡ് എൻ ഈസ് ഇക്വൽ ടു എൻ എക്സ് റൈസ്ഡ് എൻ മൈനസ് 1. ഇനി അടുത്തതായിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ എക്സിനൊരു കോഎഫിഷ്യൻറ്റും കൂടെ ഉണ്ടല്ലേ. അപ്പോൾ ആ കോഎഫിഷ്യൻ്റ് വരുമ്പം ആ കോഎഫിഷ്യൻറ്റിനെ അങ്ങ് വെളിയിൽ ഇറക്കണം. അതായത് എക്സിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, അതിനെ വെളിയിൽ ഇറക്കിയിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ആൾക്കാരെ മാത്രം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കും. അപ്പോൾ എങ്ങനെ വരും? 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ്ഡ് 2. എക്സ് റൈസ്ഡ് 2 എന്ന് പറയുമ്പം അതിനകത്ത് n എന്ന് പറഞ്ഞാൽ 2 വരും. അപ്പം n എക്സ് റൈസ്ഡ് n മൈനസ് 1, 2 എക്സ് റൈസ്ഡ് 2 മൈനസ് 1. അപ്പോൾ 2 ഇൻറ്റു 2 എക്സ് റൈസ്ഡ് 2 മൈനസ് 1. അപ്പോൾ ഈ 2 ഇൻറ്റു 2 എത്രയാണ്? 4. പിന്നെ എക്സ് റൈസ്ഡ് 2 മൈനസ് 1, എക്സ് റൈസ്ഡ് 2 മൈനസ് 1 എന്ന് പറയുമ്പം എക്സ് റൈസ്ഡ് 1. അങ്ങനെ നമുക്ക് 4x എന്ന് കിട്ടി. ഒന്നും കൂടെ പറയണോ? അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേന് ഇഷ്ടംപോലെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ട് നമുക്ക് പേടിക്കേ വേണ്ട. ഇനി അടുത്ത 5 ആണ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5നെ അങ്ങോട്ട് അപ്പുറത്തോട്ട് മാറ്റിയിട്ട്, അപ്പുറത്തെ വിളയിൽ കിടക്കൂ 5, അപ്പുറത്തെ വിളയിലോട്ട് നമ്മൾ മാറ്റിയിട്ടു. അടുത്തതായി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ്ഡ് എക്സ് ക്യൂബ് 5നെ ഇവിടെ ഇട്ടു. ഇനി അടുത്ത ഇൻറ്റു ആണ് ഇവർ ചെയ്യേണ്ടത്. ഇനി അടുത്ത എക്സ് റൈസ്ഡ് 3 എന്ന് പറയുമ്പോൾ n എത്രയാണ്? 3. അപ്പോൾ എങ്ങനെ വരും? 3 എക്സ് റൈസ്ഡ് n മൈനസ് 1, അതായത് 3 മൈനസ് 1. 5 ഇൻറ്റു 3 എക്സ് റൈസ്ഡ് 3 മൈനസ് 1. 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 5 ഇൻറ്റു 3 15. പിന്നെ എക്സ് റൈസ്ഡ് 3 മൈനസ് 1 എക്സ് സ്ക്വയർ. മനസ്സിലായോ? എളുപ്പമല്ലേ? സിമ്പിളല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഇച്ചിരി ആയി. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നേരത്തെ റൂട്ട് എഴുതാനൊന്നും നിൽക്കണ്ട. 3 ഇൻറ്റു 5 ആദ്യമേ ചെയ്യണം. ഇവരെ തമ്മി ഇങ്ങനെ ഗുണിക്കണം. 3 ഇൻറ്റു 5. പിന്നെ എക്സ് റൈസ്ഡ് 5 അല്ലായിരുന്നോ? ഈ 5ൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പം നമുക്ക് 4 എന്ന് കിട്ടും. എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് 3 എക്സ് റൈസ്ഡ് 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 ഇൻറ്റു 5, അങ്ങനെ 3 ഇൻറ്റു 5. പിന്നെ എക്സ് റൈസ്ഡ് 5 മൈനസ് 1, 5 മൈനസ് 1 4. അപ്പോൾ 3 ഇൻറ്റു 5 15 എക്സ് റൈസ്ഡ് 4 എന്ന് കിട്ടും. ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, സെറ്റാണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ.
അടുത്ത dy/dx ഓഫ്, ഇനി ഇതുപോലത്തുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം, എന്നിട്ട് അതിനകത്തോട്ട് കിടക്കാം. ഇതാണ്ട് ഇവിടെ നോക്ക്, ഇവിടെ ചെയ്തേക്കെന്ന് നോക്ക്, 10x². അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് 10 × 2 x റേസ്ഡ് 2 - 1, 2 - 1 1. അപ്പോൾ 10 × 2 20, x റേസ്ഡ് 2 - 1 1, അപ്പോൾ 20x എന്ന് കിട്ടി. ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സിൻ്റെ മുമ്പിൽ ആരും ഇല്ല അല്ലേ, ആരും ഇല്ലെങ്കിൽ അതിനർത്ഥം ആരുണ്ടെന്നാണ്, 1 ഉണ്ടെന്നാണ്. അപ്പോൾ 1 × 10 10, x റേസ്ഡ് 10 - 1 9, അങ്ങനെ നമുക്ക് കിട്ടി. ഇനി ഇവിടെ നോക്കിക്കേ, 5 × 2 5 × 2 10, എക്സിന് x റേസ്ഡ് 2 ൽ നിന്ന് കുറച്ചാൽ 1, അപ്പം x അങ്ങനെ കിട്ടി. അപ്പോൾ ഇത് കത്തിയില്ലെങ്കിൽ ആ ഇക്വേഷൻ ഇട്ടിട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത നമ്മൾ ഇടയ്ക്ക് ഒരെണ്ണം വിട്ടുപോയായിരുന്നല്ലോ, അത് നോക്കാം. ഇത് dy/dx ഓഫ് എക്സ്, ഇത് എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. ഇത് ഓരോ നമുക്കിനി അങ്ങോട്ടങ്ങോട്ട് പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള സാധനങ്ങളായത്. അപ്പോൾ dy/dx ഓഫ് എക്സ്, എക്സിൻ്റെ മുമ്പിൽ ആരാ കിടക്കുന്ന, ആരുമില്ല, അതിനർത്ഥം ആരുണ്ടെന്നാണ്, 1 ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ എക്സിൻ്റെ പവർ 1 അല്ലേ, അപ്പോൾ എക്സിൻ്റെ പവർ 1 ആയതുകൊണ്ട് n എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ dy/dx കണ്ടുപിടിക്കുമ്പം dy/dx ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, 1 × x റേസ്ഡ് 1 - 1, n × x റേസ്ഡ് n - 1 അല്ലേ, അപ്പം 1 - 1 1 × 1 - 1. അപ്പോൾ 1 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 0. അപ്പോൾ 1 × x റേസ്ഡ് 0 എന്ന് കിട്ടി. x റേസ്ഡ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. എന്തോ റേസ്ഡ് 0 ആയാലും അത് 1 ആണ്. 5 റേസ്ഡ് 0 എന്ന് പറഞ്ഞാലും 1 ആണ്, x റേസ്ഡ് 0 എന്ന് പറഞ്ഞാലും 1 ആണ്, ഇനി ചക്ക റേസ്ഡ് 0 എന്ന് പറഞ്ഞാലും 1 ആണ്, എന്തോ റേസ്ഡ് 0 എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പം x റേസ്ഡ് 0 എന്ന് പറഞ്ഞാൽ 1, അപ്പം 1 × 1 എന്ന് കിട്ടി. അപ്പോൾ dy/dx ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 എന്ന് കിട്ടി. മനസ്സിലായോ? ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കാനേ നിൽക്കേണ്ട, നേരത്തെ നിങ്ങൾ എങ്ങനെയാണോ ഡെഫിനിഷൻ ഇട്ട് ചെയ്തേ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇതൊരു എളുപ്പ മാർഗ്ഗത്തിന് ചെയ്യാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സംശയമില്ലല്ലോ? ഒന്നും കൂടെ പറയണോ? ഒന്നും കൂടെ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പഠിച്ചത്. ആദ്യം നമ്മൾ ഡെഫിനിഷൻ നോക്കി. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ f' ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, f' ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡ്സ് ടു 0 f ഓഫ് എക്സ് പ്ലസ് h മൈനസ് f ഓഫ് എക്സ് ബൈ h എന്ന് ഡിഫൈൻ ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോർമുല പഠിച്ചു, dy/dx ഓഫ് എക്സ് റേസ്ഡ് n ഈസ് ഈക്വൽ ടു n x റേസ്ഡ് n - 1. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പവറിനെയാണ് n എന്ന് പറയുന്നത്. പിന്നെ കോഎഫിഷ്യൻ്റ് വരുവാണെങ്കിൽ അതിനെയും കൂടി കൂട്ടത്തിൽ അങ്ങോട്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, സെറ്റല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തതാണെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 2 3 4 നാച്ചുറൽ നമ്പേഴ്സും എല്ലാം വരും, 1 2 3 ഫുള്ള് വരും. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി പറയാം അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. കാരണം എക്സ് കൂടെ ഉണ്ടെങ്കിലല്ലേ അതിന് ഡെറിവേറ്റീവ് ഉള്ളൂ. അപ്പോൾ എക്സ് കൂടെ ഇല്ലല്ലോ. അപ്പം ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെങ്കിൽ dy/dx ഓഫ് 5 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, dy/dx എന്ന് 2 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, dy/dx 3 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, dy/dx ഓഫ് 1 എന്ന് പറഞ്ഞാലും 0 ആയിരിക്കും. ഓക്കെ, സെറ്റാണേ, സംശയമൊന്നുമില്ലല്ലോ? ഇനി അടുത്തത്, പക്ഷേ എക്സിൻ്റെ കൂടെ കിടക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനല്ല. എക്സിൻ്റെ കൂടെ കിടക്കുന്ന ഒരാളാണെങ്കിൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഗുണിക്കുക. ഓക്കെ, തമ്മിൽ രണ്ടും കൂടെ തിരിഞ്ഞു പോവരുതേ. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത dy/dx ഓഫ് റൂട്ട് എക്സ് dy/dx ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എക്സ്. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, അത് വലുതായിട്ട് നിങ്ങൾക്ക് ചോദിച്ചിട്ടില്ല, എന്നാലും പഠിച്ചു വെച്ചേക്ക്. dy/dx ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എക്സ്. അതെങ്ങനെയാണ് വരുന്നത് നോക്ക്. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എക്സ് റേസ്ഡ് 1/2 എന്നാണ്. ഇനി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സാധാ ഫോർമുല n ഇവിടെ എത്ര, 1/2. അപ്പം 1/n എക്സ് റേസ്ഡ് 1/2 മൈനസ് 1. അപ്പം 1/2 എക്സ് റേസ്ഡ് 1/2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ -1/2. ഈ -1/2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് ഡിനോമിനേറ്ററിൽ കിടക്കുന്നതാണെന്നാണ്. കണ്ടോ? അപ്പോൾ എങ്ങനെ വരും, 1/2 എക്സ് റേസ്ഡ് 1/2 എന്ന് വരും. അപ്പോൾ നമുക്കറിയില്ല ഈ 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് എക്സ് ആണ്. അപ്പോൾ നമ്മൾ റൂട്ട് എക്സ് എന്ന് എഴുതി. ഓക്കെ, മനസ്സിലായ? എന്തോ നമ്മൾ ആ ഫോർമുല ഇട്ടങ്ങ് ചെയ്തതന്നേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അതിനകത്ത് ഓർക്കേണ്ടത് എക്സ് റേസ്ഡ് -1/2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിനോമിനേറ്ററിൽ റൂട്ട് എക്സ് വരും എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം.
dy/dx ഓഫ് 1/x 1/x എന്ന് പറഞ്ഞാൽ എന്താണ് -1/x². അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ 1/xനെ നമുക്ക് എങ്ങനെ എഴുതാം? x⁻−1 എന്ന് എഴുതാം അല്ലേ? എക്സിൻ്റെ ഇവിടുത്തെ പവർ 1 ആണ്, അത് ന്യൂമറേറ്ററിൽ കയറ്റുമ്പം x⁻−1. എന്നിട്ട് നമ്മൾ പണ്ടത്തെ റൂട്ട് എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ കിടക്കുന്നത്? -1. അപ്പം -1 x⁻−1 -1 n -1 അല്ലേ? n ഇവിടെ -1 ആണ്, അതേ മൈനസ് പിന്നെ -1 -1 ഇനി അങ്ങനെ -1 എന്തായിട്ട് മാറും? -2 ആയിട്ട് മാറും. -1 x⁻−2 എന്നാവും. ഇനി -2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ കിടക്കുന്നതല്ലേ? ഡിനോമിനേറ്റർ കിടക്കുന്ന x² ആവും. അപ്പം പിന്നെ ഇവിടെ ഒരു -1 ഉണ്ട്, അപ്പം -1/x² എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് രണ്ട് ഡെഫിനേഷനാണ്. log xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/x ആണ്. e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്. ഇത്രയും പഠിച്ചു വെക്കുക. ഇത്രയാകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആവും. ഇനി അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് സെപ്പറേറ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് വെച്ചിട്ടാണ് നമുക്കിനി 15 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻ പഠിക്കണമെങ്കിൽ അത് നല്ലതായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസും എന്തെങ്കിലും സംശയങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.